ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടാണ്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക എണ്ണയിൽ കിടന്ന് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്ത് കോരിയെടുക്കണം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പലതരത്തിലുള്ള പച്ചടി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഞാൻ വെണ്ടയ്ക്ക ആദ്യമായിട്ടാട്ടോ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നമ്മൾ സദ്യക്കൊക്കെ കിട്ടാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 മുറി തേങ്ങ, 3 പച്ചമുളക്, ഒരു ചെറിയ സ്പൂൺ കടുക് എന്നിവ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തൈര് ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഈ വറുത്ത് വെച്ച വെണ്ടയ്ക്കയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ അരപ്പ് അരച്ച് ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി കട്ട തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഒരുപാട് തിളച്ച് മറിയാൻ പാടില്ല. ഒരു പാകത്തിന് തിള വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇനി ഞാൻ അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബീട്രൂട്ട് പച്ചടി, പിന്നെന്താ പൈനാപ്പിൾ പച്ചടി, അങ്ങനെയുള്ള പച്ചടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതങ്ങനെ അധികം ആരും ഉണ്ടാക്കാറില്ല, പക്ഷേ നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ സദ്യക്കൊക്കെയാണ് അധികം കിട്ടാറുള്ളത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ ഒരുവിധം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാടായ നമ്മുടെ ഇതൊക്കെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത അതിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ചുകൂടി എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് വറ്റൽമുളകില്ല, അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ വറവ് ഇടുമ്പം വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും